ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എന്റെ വിനീതമായ പ്രണാമം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 10ാമത്തെ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 28ാമത്തെ ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. സ്കന്ധം 1 അധ്യായം 10 ശ്ലോകം 28 വരെ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കണ്ടു, ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്, രംഗമാണ് നമ്മൾ കാണുന്നത്. ഹസ്തിനാപുരത്തിലെ സ്ത്രീകളെല്ലാം ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സെക്ഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിയാറായി. ഇനി ഈ ഒരു അധ്യായം 36 ശ്ലോകങ്ങളേ ഉള്ളൂ. ഇന്നത്തെ ദിവസം നമ്മൾ ഇനി 29ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. ഇപ്പൊ 27ാമത്തെ ശ്ലോകത്തിൽ ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ പറയുന്നു, ദ്വാരകാധാം, ദ്വാരക സാധാരണ ഒരു സ്ഥലമല്ല. അതായത് സ്വർഗലോകം അല്ലെങ്കിൽ ഉപരിലോകങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് എന്നുള്ളത് കാര്യം പറയുന്നു. അവിടെ ഭഗവാനെ അവർക്ക് നേരിട്ട് കാണാൻ എപ്പോഴും സാധിക്കുന്നു, നിരന്തരം കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നവര് അവിടെ പറയുന്നു. അതേപോലെ പറയുന്നു 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാൻ കൃഷ്ണന്റെ ഭാര്യമാരെല്ലാവരും, രാജ്ഞിമാരെല്ലാവരും അവര് ഒരുപാട് വ്രതങ്ങളും ഒരുപാട് അനുഷ്ഠാനങ്ങളും ഒരുപാട് യജ്ഞങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടാവും മുൻ ജന്മങ്ങളിൽ. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഭഗവാനെ കാണുവാനും നേരിട്ട് ഭഗവാന്റെ കൂടെ ലീലയിൽ പങ്കെടുക്കുവാനും ഭഗവാന്റെ അധരാമൃതം അവർക്ക് ആസ്വദിക്കാനും സാധിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. കൂട്ടത്തിൽ വ്രജഗോപികമാരെ കുറിച്ചും പറയുന്നു. വ്രജഗോപികമാരാണെങ്കിൽ അവരുടെ സ്ഥാനം ഇതിനേക്കാൾ മുകളിലാണ്. വ്രജഗോപികമാര് അവരുടെ സ്ഥാനം ദ്വാരകയിലെ രാജ്ഞിമാരെക്കാൾ മുകളിലാണ് എന്നുള്ളതും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി 29ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. യാ വീര്യശുൽക്കേന ഹൃതാ സ്വയംവരേ പ്രമത്യാ ചൈത്യ പ്രമുഖാൻ ഹി ശുഷ്മിനഃ പ്രദ്യുമ്ന സാംബാംബ സുതാദയോ പരാ യാശ്ചാഹൃതഭൗമവദേ സഹസ്രശഃ. വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. യാ വീര്യശുൽക്കേന കൃതാ സ്വയംവരേ പ്രമഥ്യ ചൈദ്യ പ്രമുഖാൻ ഹി ശുഷ്മിനഃ പ്രദ്യുമ്ന സാംബാംബസുത ദയോ അപരാജ ഹൃദാ ഭൗമവദേ സഹസ്രശഃ. വിവർത്തനം ശ്രീലാ പ്രഭുപാദർ കീ ജയ്. ഈ സ്ത്രീജനങ്ങളുടെ പുത്രന്മാർ പ്രദ്യുപ്നൻ, സാംബവൻ, അമ്പൻ തുടങ്ങിയവരാകുന്നു. ശിശുപാലന്റെ നേതൃത്വത്തിലുള്ള അനേകം പ്രബലരായ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ ശേഷം രുക്മിണി, സത്യഭാമ, ജാമ്പവതി തുടങ്ങിയവരെ ഭഗവാൻ സ്വയംവര സദസ്സിൽ നിന്നും ബലാത്കാരമായി കൂട്ടിക്കൊണ്ടുവന്നതാണ്. മറ്റുള്ള സ്ത്രീജനങ്ങളെയും ഭഗവാൻ ഭൗമാസുരനെയും അവന്റെ ആയിരക്കണക്കിന് അനുയായികളെയും വധിച്ച ശേഷം അപഹരിച്ചു കൊണ്ടുപോകുന്നതാണ്. ഈ സ്ത്രീജനങ്ങൾ എല്ലാവരും മഹനീയരാണ്. ഹരേ കൃഷ്ണ പ്രഭു. അവിടെയുള്ള രാജ്ഞിമാരെ കുറിച്ചാണ് പറയുന്നത്. രുക്മിണി, സത്യഭാമ, ജാമ്പവതി അവരെല്ലാവരും ഭഗവാൻ വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. സ്വയംവരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. രുക്മിണിയുടെ കാര്യം നമുക്കറിയാം. ശിശുപാലനെയും അതേപോലെ ഒരുപാട് വേറെ രാജാക്കന്മാരും അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു രുക്മിണി വിവാഹം കഴിക്കാൻ. നമുക്കറിയാം രുക്മിണിയുടെ സഹോദരനും ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാനായിരുന്നു താല്പര്യം. എന്നാൽ രുക്മിണിയുടെ അച്ഛന് തീർച്ചയായിട്ടും താല്പര്യം കുറവായിരുന്നു, ഉണ്ടായിരുന്നില്ല. പിന്നെ രുക്മിണി ദേവിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഭഗവാൻ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കില്ല എന്നായിരുന്നു രുക്മിണി ദേവി പറയുന്നുണ്ടായിരുന്നത്. രുക്മിണി ദേവി വേറെ ആരുമല്ല, ഭഗവാൻ കൃഷ്ണനാവുമ്പോൾ രുക്മിണി ദേവി രാധാറാണിയുടെ വിസ്തരണമാണ്, ഒരു സംശയമില്ല. കൃഷ്ണന്റെ
അതായത് രുക്മിണി ദേവി, അതായത് ചൈതന്യ ചരിതാമൃതം പറയുന്നു, രാധാറാണിയിൽ നിന്ന് 3 പ്രധാനപ്പെട്ട വിസ്തരണങ്ങളാണുള്ളത് എന്നുള്ളത്. ഒന്ന്, വ്രജഗോപികമാര്, വൃന്ദാവനത്തിലെ ഗോപികമാരെല്ലാവരും. 2, മഹിഷീഗണ എന്ന് പറയുമ്പോൾ ഇവിടെ രുക്മിണി ദേവി, സത്യഭാമ ഇവരെല്ലാവരും, അതായത് ദ്വാരകയിലുള്ള മഹിഷി അല്ലെങ്കിൽ രാജ്ഞിമാരെല്ലാവരും. 3, ലക്ഷ്മിഗണ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിമാര്, വൈകുണ്ഠത്തിലുള്ള ലക്ഷ്മി ദേവി, അവരെല്ലാവരും. ഇവരെല്ലാവരും ഗണ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ ശ്രീമതി രാധാറാണിയിൽ നിന്ന് വരുന്നതാണെന്ന് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ വളരെ ക്ലിയർ ആയി പറയുന്നുണ്ട്. രുക്മിണി ദേവി, സത്യഭാമ ഇവരെല്ലാവരും മധുരയിലെ ഭഗവാന്റെ ഒരു സ്വകീയ ഭാവത്തിൽ ഉള്ള ഭഗവാന്റെ പാർട്ട്നേഴ്സ് ആണ് ആക്ച്വലി, അല്ലെ? അവരാണ് മഹർഷിഗണമാര്. അതേപോലെ ഇവിടെ പറയുന്നു, ഭൗമാസുരനെ വധിച്ചുകൊണ്ട് രാജ്ഞിമാരെ വേറെ മറ്റുള്ള 16,108 രാജ്ഞിമാരിൽ 8 രാജ്ഞിമാര് പ്രധാനപ്പെട്ട 8 പേര് വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് രുക്മിണി, സത്യഭാമ, ജാമ്പവതി എല്ലാം. ബാക്കി 16,100 രാജ്ഞിമാരെ അദ്ദേഹം ഭൗമാസുരിൽ നിന്ന് രക്ഷിച്ച് ഭഗവാൻ വിവാഹം കഴിക്കുന്നുണ്ട്, അല്ലെ? ആ ഒരു കഥയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും. അതെല്ലാം ഭഗവാൻ ആക്ച്വലി അവർക്കൊരു ജീവിതം കൊടുക്കുന്നതാണ്. കാര്യം അവർക്ക് ഒരു ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഭൗമാസുരന്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കേണ്ടി വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അന്നത്തെ കാലത്ത് അതൊക്കെ വലിയൊരു ദോഷമായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ വേറെ ആരും അവരെ സ്വീകരിക്കാനുണ്ടാവില്ല. അപ്പോൾ അവരെല്ലാവരും ഭഗവാനോട് അഭ്യർത്ഥിച്ചു, ഞങ്ങളെ ഇനി വിവാഹം കഴിക്കാൻ ആരും ഉണ്ടാവില്ല, അങ്ങ് തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ അവർക്കൊരു അവസരം കൊടുക്കുന്നു. അതല്ലാതെ ആചാര്യന്മാര് പറയുന്നു, ദണ്ഡകാരണ്യത്തിൽ, അതായത് ശ്രീരാമന്റെ ലീലയിൽ അവിടെ ദണ്ഡകാരണ്യത്തിലെ ഒരുപാട് സാധുക്കൾ ഉണ്ടായിരുന്നു. അവർക്കും ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കുവാനും ഭഗവാന്റെ കൂടെ ഭഗവാൻ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. അവർക്കും അവസരം കൊടുക്കുന്നതാണ് ഇങ്ങനെ ഈ രാജ്ഞിമാരുടെ ഒരു വിസ്തരണത്തിൽ, അല്ലെങ്കിൽ രാജ്ഞിമാരായി വന്ന് ഭഗവാന്റെ കൂടെ രാജ്ഞിമാരായി, അല്ലെങ്കിൽ അടുത്ത ദ്വാപര യുഗത്തിൽ അവസരം കിട്ടിയിരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അതിന് അത്രമാത്രം യോഗ്യതയുള്ളവർക്കാണ് അവസരം കിട്ടുന്നത്. ആ യോഗ്യത എല്ലാവർക്കും ഉണ്ടാവും. അത് എങ്ങനെ എന്നുള്ളത് അതായത് ചിലവര് ഭഗവാന്റെ ഭാര്യമാരാവാൻ ആഗ്രഹിച്ചവരായിരിക്കും, മാധുര്യഭാവമായിരിക്കും. ചിലവര് ആഗ്രഹിക്കുന്നത് സഖ്യഭാവമായിരിക്കും. അങ്ങനെ എന്താണോ ഓരോരുത്തരുടെയും സ്ഥായി ഭാവം, അതനുസരിച്ച് അവരാ വേണ്ടതായിട്ടുള്ള ഉപാസനകളും അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളും വ്രതങ്ങളും ഭക്തിയുത സേവനങ്ങളും ചെയ്തുകൊണ്ട് അവർക്ക് അങ്ങനെ അവര് സാധനയിൽ സിദ്ധരാവുമ്പോൾ ഭഗവാൻ അവസരം കൊടുക്കുന്നു. ഇതേപോലെ പല രീതികളിൽ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ പറയുവാണ് അവിടെയുള്ള രാജ്ഞിമാരുടെ ഒരു മഹാത്മ്യത്തെ കുറിച്ച്. ഇനി ഇവിടെ എന്താണ് പറയുന്നത്? രുക്മിണി ദേവിയെ കുറിച്ച് പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു. രുക്മിണി ദേവി, അതായത് ശിശുപാലനിൽ നിന്ന് ഭഗവാൻ കൃഷ്ണൻ രുക്മിണി ദേവിയെ തട്ടിയെടുക്കുന്നു. തട്ടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇങ്ങനെയുള്ള സ്വയംവരം അല്ലെങ്കിൽ രാക്ഷസ രീതിയിൽ ഉള്ള വിവാഹം എന്നൊക്കെ ഇതിനെ പറയും ശാസ്ത്രങ്ങളിൽ. അതായത് ആ ഒരു സഭയിൽ നിന്ന് ഭഗവാൻ കൊണ്ടുപോകുന്നു. ആർക്കും കാണാൻ പോലും സാധിച്ചില്ല. ഭഗവാൻ വരുന്നതും രുക്മിണി ദേവിയെ കൊണ്ടുപോകുന്നതും ഒക്കെ എല്ലാവർക്കും ഒരു മിഞ്ഞായം പോലെയായിരുന്നു. പെട്ടെന്നായിരുന്നു ഇതെല്ലാം സംഭവിക്കുന്നത്. രുക്മിണി ദേവിയുടെ ആ കത്ത് ഭഗവാൻ കിട്ടുമ്പോൾ അതിമനോഹരമായിട്ട് ദശമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. രുക്മിണി ദേവിയുടെ കത്തിനെ കുറിച്ച് ഭംഗിയായി അതിമനോഹരമായിട്ടുള്ള ലെറ്ററാണ് അദ്ദേഹം രുക്മിണി ദേവി എഴുതുന്നത് കൃഷ്ണന് വേണ്ടി. അതൊരു ബ്രാഹ്മണൻ അവിടെ കൊടുക്കുന്നു, വായിച്ചു കൊടുക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നു. അങ്ങനെ ഉടനെ തന്നെ തീരുമാനമെടുക്കുവാണ്, ഞാനിപ്പോൾ തന്നെ പോയി രുക്മിണി ദേവിയെ കൊണ്ടുവരട്ടെ. കാര്യം വിവാഹത്തിന്റെ സമയത്താണ് കിട്ടുന്നത്. ഇനി സമയമില്ലായിരുന്നു കൃഷ്ണന്. ഉടനെ തന്നെ അവിടെ നിന്ന് അദ്ദേഹം പുറപ്പെടുന്നു.
രുക്മിണി ദേവിയുടെ ആ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ആ കത്തിൽ അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണ വിവരേർ ഹരതോ ന താപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥ ലാഭം ത്വയ് അച്യുതാ വിശതി ചിത്തം അപത്രപം മേ. രുക്മിണി ദേവി കൃഷ്ണനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്നത് ഭഗവാൻ കൃഷ്ണൻ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോഴാണ് കാണുന്നത്. അതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. എന്നാൽ രുക്മിണി ദേവിക്ക് ഇത്രമാത്രം ആകർഷണം തോന്നുന്നു കൃഷ്ണനോട്. എങ്ങനെയാണ് കാര്യം? ഇവിടെ ശുത്വ ഗുണാൻ ഭുവനസുന്ദരൻ എന്നാണ് വിളിക്കുന്നത്, ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്. കാണാത്ത ഒരാളെയാണ് രുക്മിണി ദേവി ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ആലോചിക്കണം അതെങ്ങനെ സാധിച്ചു എന്നുള്ളത്. അവിടെ ആചാര്യന്മാര് പറയുന്നു, നാരദമുനിയിൽ നിന്നും മറ്റുള്ള വരിഷ്ഠരായിട്ടുള്ള സാധുക്കൾ അവിടെ അവരുടെ രാജ്യത്ത് വരുന്ന സമയത്ത് കൃഷ്ണനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രവണത്തിലൂടെ ഭഗവാനെ കുറിച്ച് കേട്ട് 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 ആ രൂപം രുക്മിണി ദേവിയുടെ ഹൃദയത്തിൽ പതിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ ഭംഗിയായിട്ട് കത്തെഴുതുന്നതും ശ്രുത്വ ഗുണാൻ ഭുവന സുന്ദരൻ എന്നൊക്കെ ഭഗവാനെ വിളിക്കുന്നതും. കാണാത്ത ആളെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, അതായത് ഭഗവാനെ നേരിട്ട് കാണേണ്ട ആവശ്യമില്ല ഭഗവാനോട് ആകർഷണം തോന്നുവാൻ. ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭഗവാനോട് ആകർഷണം തോന്നുന്നു. നമ്മൾ ആരും നേരിട്ട് ഭഗവാനെ കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ കാര്യം എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ ആചാര്യന്മാര് പറഞ്ഞു തരുന്ന അനുസരിച്ചിട്ടുള്ള ആ ഒരു ഭാവനയാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ രുക്മിണി ദേവിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം കേട്ടിട്ടുള്ള ഭഗവാനെ കുറിച്ച് കേട്ടത് രുക്മിണി ദേവിയുടെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഹൃദയത്തിൽ അത് പതിയുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇതിലൂടെ കേൾക്കുന്നു, ഇതിലൂടെ പോകുന്നു, അതാണ് സംഭവിക്കുന്നത്. ശ്രവണം എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്നത്, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് ഹൃദയത്തിൽ പതിഞ്ഞ് അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ ആവിർഭവിക്കുന്നു, ഹൃദയത്തിൽ ദർശനം കൊടുക്കുന്നു ഭക്തർക്ക്, പരിശുദ്ധ ഭക്തർക്ക്. രുക്മിണി ദേവി ഭഗവാന്റെ ഹരികഥ ഭഗവാനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. എന്നാലും പൂർണ്ണമായിട്ടും ജീവിതം മുഴുവനും ഭഗവാന് വേണ്ടി, കൃഷ്ണന് വേണ്ടി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. രുക്മിണി ദേവി നമ്മളെ പഠിപ്പിക്കുന്നു ശ്രവണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും. രുക്മിണി ദേവിയെ പോലെ ശ്രവിക്കണം എന്നുള്ളത്. അല്ലാതെ നമ്മൾ ശ്രവിക്കുന്ന പോലെ ശ്രവിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അതായത് നമുക്കൊന്നും തന്നെ ഒരു നിഴല് പോലും ഭഗവാന്റെ നമ്മുടെ ഹൃദയത്തിൽ പതിയില്ല. അതാണ് അവസ്ഥ. ശ്ലോകം 29-30. ഏതാപരം സ്ത്രീത്വം അപാസ്തപേശലം നിരസ്തശൗചം പദസാധു കുർവത്തെ യാസാം ഗൃഹാത് പുഷ്കരലോചനപതിർ ന ജാതവപൈതി ആഹൃതിഭിർ ഹൃദി സ്പൃശാൻ. മീന മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ. ഏതാപരം സ്ത്രീത്വമപാസ്തപേശലം നിരസ്തശൗചം ബത സാധു കുർവതേ യാസാം ഗൃഹാത് പുഷ്കരലോചനപതിർ ന ജാത്വപൈത്യാഹൃതിഭിർഹൃദി സ്പൃശൻ. ഹരേ കൃഷ്ണ. വിവർത്തനം. സ്വതന്ത്രമായ വ്യക്തിത്വമോ പവിത്രതയോ ഇല്ലാതിരുന്നിട്ടും കൂടി ഈ സ്ത്രീകളെല്ലാവരും തങ്ങളുടെ ജീവിതം മംഗളകരമായി മഹത്വവൽക്കരിച്ചു. അവരുടെ പതിയായ കമലനയനായ പരമദിവ്യോത്തമ പുരുഷൻ അവരെ ഒരിക്കലും ഭവനത്തിൽ തനിച്ചാക്കി പോയിരുന്നില്ല. അദ്ദേഹം അമൂല്യമായ പാരിതോഷികങ്ങൾ നൽകി സദാ അവരുടെ ഹൃദയത്തെ പ്രീതിപ്പെടുത്തിയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ഭംഗിയായിട്ട് ഹസ്തിനാപുരത്തിലെ സ്ത്രീകൾ അവിടെയുള്ള ദ്വാരകയിലുള്ള രാജ്ഞിമാരെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. അവര് പറയുന്നു കൃഷ്ണൻ ഒരിക്കലും അവരെ തനിയാക്കി പോവാറില്ല, എല്ലാവരുടെ കൂടെയും ഉണ്ടാവാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന 16,108 ഭാര്യമാരുടെ കൂടെ ഒരേ സമയത്ത് കൃഷ്ണൻ ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് ഭഗവാൻ അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. പല ലീലകളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. നാരദമുനി ഒരിക്കൽ അവിടെ പോകുന്ന സമയത്ത് ദ്വാരകയിൽ പോകുമ്പോൾ ഓരോ കൊട്ടാരത്തിലേക്കും നാരദമുനി പോകുന്നു. കാര്യം 16,108 കൊട്ടാരങ്ങൾ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള
ഓരോ സ്ഥലത്തും അദ്ദേഹം കയറി ഇറങ്ങുന്നു, ഓരോ സ്ഥലത്തും അദ്ദേഹം കാണുന്നു കൃഷ്ണനും രുക്മിണിയുടെ കൊട്ടാരത്തിൽ പോകുമ്പോൾ ഒരുമിച്ച് അവർ വർത്താനം പറഞ്ഞു ഇരിക്കുന്നു. വേറെ കൊട്ടാരത്തിൽ പോയപ്പോൾ അതേ സമയത്ത് ഭഗവാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ സ്ഥലത്ത് പോയപ്പോൾ അതേ സമയത്ത് കുട്ടികളുടെ കൂടെ കളിക്കുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ അദ്ദേഹം കണ്ടു. നാരദമുനിക്ക് ഒരുപാട് അത്ഭുതമായി. അത്ഭുതപ്പെടാനൊന്നുമില്ല. ഭഗവാന്റെ ലീലകൾ, ഭഗവാൻ എന്തും ചെയ്യാം, ഭഗവാൻ വിസ്തരിക്കാം. ഒരേ സമയത്ത് ഒരേപോലെ 16,108 അല്ല, അനന്തമായിട്ട് വിസ്തരിക്കാൻ സാധിക്കും. കാര്യം കൃഷ്ണൻ ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്നു, ഇപ്പോഴും എപ്പോഴും ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൗതിക ലോകത്തിൽ പരമാത്മാവായിട്ട് ഓരോരുത്തരുടെ ശരീരത്തിലും ഓരോ ജീവാത്മാവിന്റെ കൂടെയും ഓരോ കണങ്ങളും ഒരേ സമയത്ത് ഇരിക്കുന്നു. കണങ്ങളിലും ഉണ്ട്. അതേസമയത്ത് വൈകുണ്ഠ ലോകങ്ങളിൽ എല്ലായിടത്തും ഭഗവാനുണ്ട് ഒരേ സമയത്ത്. അത് അദ്ദേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഭഗവാൻ. സാധാരണ ആർക്കും പറ്റുന്ന കാര്യമല്ല. ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്ഞിമാരെ സദാ ഭഗവാൻ സന്തോഷിപ്പിക്കുമായിരുന്നു. അതാണ് പറയുന്നത്. എപ്പോഴും അവർക്ക് വേണ്ട പാരിതോഷികങ്ങളും ഗിഫ്റ്റുകളെല്ലാം കൊടുക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അതായത് ഒരു ശരിയായിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണോ ചെയ്യുന്നത്, ഒരു ഭർത്താവ് എങ്ങനെയാണോ ഭാര്യയെ നോക്കേണ്ടത്, കുട്ടികളെയും നോക്കുന്നത്, പരിപാലിക്കുന്നത്, അതേപോലെ തന്നെയായിരുന്നു ഭഗവാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊരു കോട്ടവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് സന്തോഷമായിരുന്നു. നമുക്കറിയാം സത്യഭാമയുടെ കാര്യത്തിൽ സത്യഭാമയ്ക്ക് വേണ്ടി ഭഗവാൻ സത്യഭാമ ദേവി പറയുന്നു പാരിജാതം പുഷ്പം വേണമെന്നുള്ളത്. അത് ഉള്ളത് എവിടെയാണ്? ഇന്ദ്രന്റെ ലോകത്ത്. അവിടെ പോയി കൃഷ്ണൻ കൊണ്ടുവരുന്നു. ആ സമയത്ത് ഇന്ദ്രൻ അത് സമ്മതിക്കില്ല. ഭഗവാൻ അവിടെ മരം തന്നെ പറിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ദ്വാരകയിലേക്ക്. ആ സമയത്ത് ഇന്ദ്രദേവനുമായിട്ട് ചെറിയൊരു സംവാദം അല്ലെങ്കിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ട്. ഇതെല്ലാം ലീലയുടെ ഭാഗമായിട്ട്. അപ്പോൾ പറയുന്നു ഭഗവാൻ, ഇവിടെ പ്രഭുപാദും ഈ ഒരു ഇൻസിഡന്റ് എടുത്ത് പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. സത്യഭാമ ദേവിക്ക് വേണ്ടി കൃഷ്ണൻ പാരിജാതം കൊണ്ടുവരാൻ എവിടെ വരെ പോയി? സ്വർഗത്തിലേക്ക് പോയി വന്നു എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ഭൗമാസുരനിൽ നിന്ന് ഈ രാജ്ഞിമാരെ രക്ഷിച്ച കാര്യവും ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നു. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലും അതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. 31-ാമത്തെ ശ്ലോകം. ഏവം വിദാ ഗദന്തീനാം സ ഗിരാ പുരയോഷിതാം നിരീക്ഷണേനാഭിനന്ദൻ സസ്മിതേനായയോ ഹരി. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. ഏവം വിധാ ഗദന്തേനാം സ ഗിരാപുരയോഷിതാം നിരീക്ഷണേനാഭിനന്ദൻ സസ്മിതേന യയോ ഹരി. ഭാവാർത്ഥം. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. രാജധാനിയിലെ, അത് ഹസ്തിനപുര രാജധാനിയിലെ സ്ത്രീജനങ്ങൾ ഈ വിധം ഭഗവാനെ വാഴ്ത്തുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വേളയിൽ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അവരുടെ സ്വഭവനങ്ങളെ സ്വീകരിച്ച് കൃപാപുരസ്സരം അവരെ കടാക്ഷിച്ചുകൊണ്ട് നഗരത്തിൽ നിന്നും വിട പറഞ്ഞു. ഹരേ. ഭഗവാൻ കൃഷ്ണൻ ഇതെല്ലാം കേട്ടതിന് ശേഷം, ഈ സ്തുതികളെല്ലാം കേൾക്കുന്നു. അതിനുശേഷം അദ്ദേഹം എങ്ങനെയാണ് തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിരിക്കുന്നു. അവരെ കൃപാകടാക്ഷം പതിയുന്നുണ്ട്, കൂട്ടത്തിൽ ചിരിക്കുന്നു. അങ്ങനെയാണ് ഭഗവാൻ തിരിച്ച് അവർക്ക് ഈ സ്തുതിച്ചതിനെല്ലാം ഭഗവാൻ തിരിച്ച് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ കുന്തിസ്തുതിയും കഴിയുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കൃഷ്ണൻ ഒന്നും പറയുന്നില്ല, അത് സ്തുതിയെല്ലാം സ്വീകരിക്കുന്നു, അതിനുശേഷം ചിരിക്കുന്നു. ഇവിടെയും അതാണ്, ചിരിക്കുന്നു, കൂട്ടത്തിൽ അവർക്ക് കൃപാകടാക്ഷവും കൊടുക്കുന്നു. അങ്ങനെ ഭഗവാൻ ദ്വാരകയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് നടക്കുന്നത് നോക്കാം. പോവാനുള്ള അല്ലെങ്കിൽ ഭഗവാൻ പോകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. 32 മുതൽ നമുക്ക് നോക്കാം. അജാതശത്രു പ്രതനാം
गोपीताय मधुद्विषः परेभ्ये शङ्किता स्नेहात् प्रायुङ्क्ता चतुरङ्गिणीम्. ഹരേ കൃഷ്ണ. വായിക്കട്ടെ വായിച്ചോ പ്രഭു. പ്രഭു. ഒരാൾ വായിക്കൂ. ഹരേ കൃഷ്ണ. അജാതശത്രുകൃതാനാം ഗോപീതായ മധുദീശഃ പരേഭ്യ ശങ്കിത സ്നേഹാത് പ്രായുങ്ക്ത ചതുരങ്കിണീം. വിവർത്തനം. ശ്രീല പ്രഭാതർ കീച്ചി. ആരുടെയും ശത്രു അല്ലായിരുന്നിട്ടും മഹാരാജാവ് യുധിഷ്ഠിരിൽ നിന്നും 4 പ്രതിരോധ സേനാ വിഭാഗങ്ങളായ അശ്വം, ഗജം, രഥം, കാലാൾ അസുരന്മാരുടെ ശത്രുവായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അകമ്പടിക്കായി വിന്യസിപ്പിച്ചു. ശത്രുക്കൾ കാരണവും ഭഗവാനുള്ള സ്നേഹത്താലുമാണ് മഹാരാജാവ് ഈ വിധം പ്രവർത്തിച്ചത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇവിടെ വളരെ രസകരമായിട്ടുള്ള ശ്ലോകം. അജാതശത്രു പൃതനാം. ഇവിടെ അജാതശത്രു എന്ന് പറയുന്നത് ആരെയാണ്? യുധിഷ്ഠിര മഹാരാജാവിനെയാണ്. യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ഭഗവാൻ കൃഷ്ണന് വേണ്ടി 4 വിഭാഗത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുവാണ് അദ്ദേഹത്തിന്. അതായത് കുതിരകളിൽ കുറച്ച് സൈനികരുണ്ട്, ആനയുണ്ട്, രഥമുണ്ട്, പിന്നെ അതേപോലെ കാലയാൾ പടയുണ്ട്. അങ്ങനെ 4 ടൈപ്പ് അല്ലെങ്കിൽ 4 ഡിവിഷൻ ഈ ഡിഫൻസ് അല്ലെങ്കിൽ ഭഗവാന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക്, ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി. ഇവിടെ വളരെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യം, അതിമനോഹരമാണ്. ഭാഗവതം അജാതശത്രു എന്നാണ് യുധിഷ്ഠിര മഹാരാജാവിനെ അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അതായത് ശത്രുക്കളില്ലാത്ത വ്യക്തി. മധുദ്വിഷഹ എന്നാണ് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത്. ഒരാള്, അതായത് മധുദ്വിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധു എന്ന് പറയുന്ന ഒരു ശത്രു ഉള്ള, അല്ലെങ്കിൽ മധു എന്ന് പറയുന്ന അസുരന്റെ ശത്രു. അതാരാണ്? വേറെ ആരുമല്ല, കൃഷ്ണനാണ്. അപ്പൊ ഒരേ ശ്ലോകത്തിൽ തന്നെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തനെ അജാതശത്രു എന്ന് വിളിക്കുന്നു, ഭഗവാനെ മധുദ്വിഷ എന്ന് വിളിക്കുന്നു. അതായത് ഭഗവാന് ശത്രുവുണ്ട്, ഭഗവാന് ശത്രുക്കളൊന്നുമില്ല. പക്ഷെ തീർച്ചയായിട്ടും മധു എന്ന് പറയുന്ന അസുരൻ ഭഗവാന് ശത്രുവായിട്ട് കാണുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നു ഈ രണ്ട് കാര്യങ്ങളും ഒരേ ശ്ലോകത്തിൽ തന്നെ. ആദ്യത്തെ വരിയിലും രണ്ടാമത്തെ വരിയിലും ഒരാളെ, ഭക്തനെ അജാതശത്രു എന്ന് വിളിക്കുന്നു, ഭഗവാനെ മധുദ്വിഷ എന്ന് വിളിക്കുന്നു. അപ്പോൾ മധുദ്വിഷ എന്ന് പറയുമ്പോൾ മധുവിന്റെ ശത്രു, അല്ലെങ്കിൽ മധു എന്ന് പറയുന്ന സുരന്റെ ശത്രു എന്ന ഒരു അർത്ഥമാണ് വരുന്നത്. ഇതിൽ നിന്ന് ശുകദേവ് ഗോസ്വാമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, അതായത് ഭഗവാനും ആഗ്രഹിക്കുന്നത് ഇതാണ്. എന്താണ്? ഭഗവാനേക്കാൾ വലിയ ഒരു സ്ഥാനമാണ് ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാൻ കൊടുക്കുന്നത്. ഈ ശ്ലോകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഭഗവാനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഭഗവാന്റെ ഭക്തരെ പറയുന്നു. അതിമനോഹരം. ഇങ്ങനെ പല പല ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ട് ഭാഗവതത്തിൽ. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. ആചാര്യന്മാരുടെ കൃപ കൊണ്ട് നമുക്കിതെല്ലാം കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താണ് ഈ ശ്ലോകത്തിൽ എന്ന് വെച്ചാൽ, ഒന്ന് ഓർക്കണം, കൃഷ്ണൻ ഇത്രയും കാലം ഹസ്തിനാപുരത്തിൽ ഒരുപാട് മാസങ്ങൾ അദ്ദേഹം കൂടെ ഉണ്ടായിട്ടുണ്ട്, അല്ലെ? അദ്ദേഹം കൂടെ കുരുക്ഷേത്ര യുദ്ധം മുതൽ കൂടെയുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഭഗവാൻ കൂടെ ഉണ്ടായിരുന്നത്? അതായത് പാണ്ഡവർക്ക് എല്ലാവിധ സംരക്ഷണവും ഭഗവാൻ കൊടുത്തിട്ടുണ്ട്, കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും മാസങ്ങൾ ദ്വാരക വിട്ട് അദ്ദേഹം ഹസ്തിനാപുരത്തില് പാണ്ഡവരുടെ കൂടെ ഉണ്ടായിരുന്നത് ഭഗവാൻ അവർക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് ഇവിടെ നടക്കുന്നത് എന്താണ്? ഭഗവാൻ തിരിച്ചു പോകുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് കൃഷ്ണന് സംരക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 ഡിവിഷൻ സൈനികരെ എല്ലാം വെച്ചുകൊണ്ട്. അപ്പോൾ ഭഗവാൻ അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്നാൽ ഭഗവാൻ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവിന് അറിയാം ഇതിന്റെ ആവശ്യമില്ല, ഇത് പരമദൈവത്വം പുരുഷൻ കൃഷ്ണനാണ് എന്നുള്ളത്. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിന്റെ വാത്സല്യ ഭാവം, കാര്യം അദ്ദേഹത്തിന്റെ അനുജനെ പോലെയാണ് കാണുന്നത്, സ്വന്തം അനുജനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം കൃഷ്ണന് വേണ്ടി കൊടുക്കേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 ഭാഗത്തും, അതായത് ഭഗവാൻ കൃഷ്ണന്റെ രഥത്തിന് 4 ഭാഗത്തും ഇതേപോലെ
ആൾക്കാരെ വെച്ച്, അതായത് സോൾജേഴ്സിനെ വെച്ച് അദ്ദേഹം സംരക്ഷണം കൊടുക്കുന്നു. അതാണ് അടുത്ത പ്രത്യേകത. ഈ ചെറിയൊരു ശ്ലോകമാണ്, പക്ഷെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ശ്ലോകം. ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ഭക്തരെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഭഗവാൻ ആശ്രയിക്കുന്നു. കാര്യം സാധാരണ ഭക്തരാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. ഇപ്പൊ പാണ്ഡവർക്ക് ഭഗവാന്റെ സംരക്ഷണം ആവശ്യമായിരുന്നു, അതുകൊണ്ട് ഭഗവാൻ കൂടെ നിന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അവസരത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് കൃഷ്ണന് സംരക്ഷണം കൊടുക്കുന്നു, ഭഗവാനാണെങ്കിൽ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കുന്നു. അതാണ്. ഹരേ കൃഷ്ണ. പ്രഭുപാദ്ജി ഇതിന്റെ ഒരു ചെറിയൊരു ഹിന്റ് ഭാവത്തിൽ പറയുന്നുണ്ട്. അതായത് ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭക്തരുടെ താഴെ നിൽക്കാനാണ്. ഭക്തരെ മുന്നിലോട്ട് കൊണ്ടുവരും അദ്ദേഹം. ഇവിടെ യശോദറാണിയുടെ കാര്യം പറയുന്നു. യശോദറാണി വടിയെടുക്കുന്നു, കെട്ടിയിടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ലീലയുടെ ഭാഗമായിട്ട് ഇതെല്ലാം നടക്കുന്നു എന്നുള്ളത്. ഭഗവാൻ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മോരപുത്ര മോരസഖ മോര പ്രാണമതി ഏ ബായേ സേ ഭക്ത കരേ ശുദ്ധ ഭക്തി അപ്പനാക്കെ ബാടേ മാനെ അമാര സമഹീൻ. ഭഗവാൻ പറയുന്നു, എന്നേക്കാൾ വലുതാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭാവത്തിൽ എന്നെ സേവിക്കുന്നവര്, എന്നെ ചെറുതായി കാണുന്നവര്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ തന്നെ അവരുടെ മുമ്പിൽ വിൽക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്താണെങ്കിലും യുധിഷ്ഠിര മഹാരാജാവ് ആ ഒരു സ്നേഹം കൊണ്ട് ഇതെല്ലാം സംരക്ഷണം എല്ലാം കൊടുക്കുന്നു. ഭഗവാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. അടുത്ത ശ്ലോകം 33. അതാ ദുരാഗതാൻ ശൗരി കൗരവാൻ വിരഹാതുരാൻ സന്നിവർത്യാദൃഢം സ്നിഗ്ധാൻ പ്രായാത്സ്വ നഗരീം പ്രിയൈ. വായിക്കട്ടെ പ്രഭു. വായിക്കും. ഹരേ കൃഷ്ണ. ശ്ലോകം 33. അത ദുരാഗതാൻ ശൗരി കൗരവാൻ വിരഹാതുരാൻ സന്നിവർത്യ ദൃഢം സ്നിഗ്ധാൻ പ്രയാതസ്വന നഗരീം പ്രിയൈഹ. വിവർത്തനം ശ്രീലപ്രഭുപാദ് കി ജയ്. കുരുവംശജരായ പാണ്ഡവർ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള അതിരറ്റ സ്നേഹത്താൽ യാത്ര അയക്കുവാനായി ഏറെ ദൂരം അദ്ദേഹത്തെ അനുഗമിച്ചു. ഭാവിയിൽ വേർപിരിഞ്ഞ് കഴിയുന്നതിനെ കുറിച്ച് ഓർത്ത് അവരെല്ലാവരും വിരഹാതുരരായി. എങ്കിലും ഭഗവാൻ അവരെ കൊട്ടാരത്തിലേക്ക് മടങ്ങുവാൻ അനുനയിപ്പിച്ച ശേഷം തന്റെ പ്രിയ സഹചരന്മാരോടൊപ്പം ദ്വാരകയിലേക്കുള്ള യാത്ര തുടർന്നു. ഹരേ കൃഷ്ണ. ദ്വാരകവാസികൾക്ക് ഹസ്തിനാപുരവാസികൾക്ക് ഭഗവാനെ പിരിയാൻ സാധിക്കുന്നില്ല. ഭഗവാന്റെ രഥം പോകുന്ന കൂട്ടത്തിൽ ഇവരെല്ലാവരും കൂടെ പോവാണ്, പുറകിൽ പോകുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതേപോലെ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് അക്രൂരന്റെ രഥത്തിൽ കയറി പോകുന്ന സമയത്ത് എല്ലാ വ്രജവാസികളും പുറകെ പോവായിരുന്നു. പുറകിലും മുമ്പിലൊക്കെ ആയി അക്രൂരന്റെ രഥത്തെ തടയാൻ നോക്കുന്നു. ഗോപികമാരൊക്കെ അവിടെ കിടക്കുന്നു താഴെ റോഡിൽ. നിങ്ങൾക്ക് കൃഷ്ണനെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളുടെ മുകളിലൂടെ രഥം കയറ്റി ഇറക്കി കൊണ്ടുപോളൂ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. കാര്യം കൃഷ്ണനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെയും നോക്കൂ, ഹസ്തിനാപുരത്തിലെ എല്ലാവരും തന്നെ, പാണ്ഡവരെല്ലാവരും കൂടെ പോവാണ് ഭഗവാന്റെ. കുറെ ദൂരം കൂടെ പോകുന്നു. അവസാനം കൃഷ്ണൻ പറയുന്നു നിങ്ങൾ എല്ലാവരും ഇനി തിരിച്ചു പോയിക്കോളൂ എന്ന്. അവരുടെ വിരഹമാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ഭഗവാനെ പിരിയാൻ സാധിക്കുന്നില്ല. പിരിഞ്ഞിരിക്കുന്ന കാര്യം അവർക്ക് ഓർക്കുമ്പോൾ തന്നെ മോഹാത്സ്യം വരുന്നു. അതാണ് അവസ്ഥ. ഭഗവാന്റെ പരിശുദ്ധ ഭക്തർക്ക് ഭഗവാനെ ഒരിക്കലും പിരിയാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ ഭഗവാൻ അവരോടെല്ലാം തിരിച്ചു പോകാൻ പറയുന്നു. അങ്ങനെ ദ്വാരകയിലേക്ക് ഭഗവാൻ മടങ്ങുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 34, 35. കുരുജംഗള പഞ്ചാലാൻ ശൂരസേനാൻ മുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാൻ അഥ മരുദ്വനം അതിക്രമ്യ
ഭിരായോ പരാൻ അന അന ആനർത്താൻ ഭാർഗവോപാഗാത് ശ്രാന്തവാഹോ മനാഗ് വിഭുഃ. ഹരേ കൃഷ്ണ. വായിക്കും. സൗണ്ട് ഇല്ല അപ്പൊ. കേൾക്കാൻ പറ്റില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. എന്തോ ഒരു ശബ്ദം കുറച്ചായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. സാരമില്ല, സാരമില്ല, നോ പ്രോബ്ലം. പ്രീത മാതാജി ഒന്ന് വിവർത്തനം വായിക്കാൻ പറ്റുമോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം ശ്രീല പ്രഭുപാക്ക് ജയ്. അല്ലയോ ശൗനക, ഭഗവാൻ കുരുചാങ്കലം, പാഞ്ചാലം, ശൂരസേനം, യമുനാ നദീതീരത്തുള്ള പ്രദേശം, ബ്രഹ്മാവർത്തം, കുരുക്ഷേത്രം, മത്സ്യം, സാരസ്വതം എന്നീ ദേശങ്ങളിലൂടെയും മരുഭൂമികൾ നിറഞ്ഞ പ്രവിശ്യകളിലൂടെയും ജലദൗർബല്യമുള്ള പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച് അവിടുത്തെ പ്രയാണം തുടർന്നു. ഈ പ്രദേശങ്ങളെല്ലാം തരണം ചെയ്ത് ക്രമേണ സംവീരം, ആഭീരം എന്നീ പ്രവിശ്യകളിൽ എത്തി. അനന്തരം അവിടെ നിന്നും പശ്ചിമ ദിശയിൽ സഞ്ചരിച്ച് ഒടുവിൽ ദ്വാരകയിൽ എത്തിച്ചേർന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പോയ സ്ഥലങ്ങൾ, അദ്ദേഹം ദ്വാരകയിലേക്ക് മടങ്ങി പോകുന്ന സമയത്ത് ഏതിലൂടെയാണ്, ഏത് സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോയത് എന്നുള്ളതാണ് പറയുന്നത്. കുരുജാങ്കള, പാഞ്ചാല, ശൂരസേന ഇങ്ങനെയുള്ള സ്ഥലം ഇതിലൂടെല്ലാം പറയുന്നു. അതേപോലെ നദികളെ കുറിച്ച് യമുന, ബ്രഹ്മാവർത്ത, കുരുക്ഷേത്ര, മത്സ്യ, സരസ്വത അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയും പോകുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവസാനം ദ്വാരകയിലേക്ക് ഭഗവാൻ മടങ്ങിയെത്തുന്നു എന്ന് പറയുന്നു. ഓക്കെ. ഈ ഒരു ഭാവാർത്ഥത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിക്കാവോ ആരെങ്കിലും? ഹരേ കൃഷ്ണ. അവസാനത്തിൽ വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഒരാൾ. ഹരേ കൃഷ്ണ. ഈ പ്രദേശങ്ങളെല്ലാം തരണം ചെയ്ത് ക്രമേണ സൗവീര്യം, ആഭീര്യം എന്നീ പ്രദേശങ്ങളിൽ എത്തി. അനന്തരം അവിടെ നിന്നും പശ്ചിമ ദിശയിൽ സഞ്ചരിച്ച് ഒടുവിൽ ദ്വാരകയിൽ എത്തിച്ചേർന്നു. അതാണ് പ്രഭു. അവസാനത്തെ 2 വരി വായിച്ചാൽ മതി. അതാണ് അവസാനത്തെ 2 വരി. ഭാവാർത്ഥം പ്രഭുജി വായിക്കേണ്ടത്. ഭാവാർത്ഥം. വിവർത്തനമാണ് വായിച്ചത് നേരത്തെ. ഭാവാർത്ഥത്തിലെ അവസാനത്തെ 2 വരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേദകാലം മുതൽ കുരുക്ഷേത്രം നിലനിൽക്കുന്നു. വ്യാഖ്യാതാക്കൾ കുരുക്ഷേത്രത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരമാകുന്നു. ഹരേ കൃഷ്ണ. അതിനു മുമ്പത്തെ വരിയാണ് എനിക്ക് വേണ്ടത്. ഹരേ കൃഷ്ണ പ്രഭു. അതിന് തൊട്ടു മുമ്പത്തെ വരിയാണ് എനിക്ക് വേണ്ടത്. എന്തെന്നാൽ ഭാഗവതത്തിലെ പരാമർശം ഈ വിഷയത്തെ സംബന്ധിച്ച ഗവേഷണം തൽക്കാലം ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർക്ക് വിട്ടുകൊടുക്കാം. എന്തെന്നാൽ രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന് ഭൂതസത്വ വികാസത്തിന്റെ വ്യത്യസ്ത ഘടകങ്ങളാകുന്നു. അതെന്തു തന്നെയാകട്ടെ, രാജ്യത്തു നിന്നും ഭഗവാൻ സ്വരാജ്യമായ ദ്വാരകാധാമത്തിൽ എത്തിച്ചേർന്നതിൽ നാം ഇപ്പോൾ സന്തുഷ്ടരാകുന്നു. വേദകാലം മുതൽ കുരുക്ഷേത്രം
നിലനിൽക്കുന്നു. വ്യാഖ്യാതാക്കൾ കുരുക്ഷേത്രത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരമാകുന്നു. ഹരേ കൃഷ്ണ. വളരെ, അതായത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ പ്രഭുപാദിന്റെ ഒരു ഭാവം ഒന്ന് കാണൂ ഇവിടെ. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ എന്തായാലും, അതായത് പല ആളുകളും ദ്വാരകയെ കുറിച്ചും അവിടുത്തെ പല ഈ സ്ഥലങ്ങളെ കുറിച്ചും ഒക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ജിയോളജിസ്റ്റുകാരും അവരൊക്കെ. അപ്പോൾ പ്രഭുപാദ് പറയുന്നു, ഇതെല്ലാം വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കുരുക്ഷേത്രത്തിന്റെ മഹാത്മ്യം പറയുന്നു, ദ്വാരകയുടെ മഹാത്മ്യം പറയുന്നു, ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ ചില വേറെ അഭിപ്രായങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പല സയന്റിസ്റ്റുമാരും അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ടാവും. അതിനെക്കുറിച്ച് പറഞ്ഞു. അതല്ല ഞാൻ ഇവിടെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തോന്നിയത്, പ്രഭുപാദ് അവസാനം പറയുകയാണ്, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയുന്നു, എന്താണെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ സന്തോഷമായി, ഭഗവാന്റെ സ്വധാമത്തിലേക്ക്, ദ്വാരകധാമത്തിലേക്ക് തിരിച്ചെത്തി, അതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രഭുപാദ് ഒന്ന് ആലോചിക്കണം, അദ്ദേഹം ഈ ലീലയുടെ ഉള്ളിൽ ഉണ്ട്, അദ്ദേഹത്തിന് ആ ഒരു ഫീലിങ്സ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. എന്തായാലും എനിക്ക് സന്തോഷമായി, നമുക്ക് സന്തോഷമായി, ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ വായിക്കാം, മലയാളത്തിലും അത് ഇപ്പൊ വായിച്ചു. പ്രഭുപാദ് പറയുന്നു, വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് ലോർഡ് ഹാസ് നൗ റീച്ച്ഡ് ഹിസ് ഓൺ പ്രൊവിൻസ് ദ്വാരകധാം ഫ്രം ദ കുരു പ്രൊവിൻസ്. നമുക്ക് സന്തോഷമായി. അതായത് പ്രഭുപാദിന് സന്തോഷമായി. അതാണ് ഭാഗവതം, അദ്ദേഹം ഭാവാർത്ഥം എഴുതുമ്പോൾ ഭാഗവതത്തിന്റെ കൂടെ തന്നെ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭാവങ്ങൾ വരുന്നത്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അങ്ങനെ മനഃപൂർവ്വം എഴുതുന്നതല്ല, ഭഗവാൻ അങ്ങനെ അദ്ദേഹത്തെ തോന്നിപ്പിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം എഴുതി പോവാണ് ചെയ്യുന്നത്. അതിമനോഹരം. 36ാമത്തെ ശ്ലോകം. തത്ര തത്രാഹ തത്രൈത തത്രാത്യേർ ഹരി പ്രത്യുദ്യതാർഹണഃ സായം ഭേജേ ദിശം പശ്ചാത് ഗവിഷ്ടോ ഗാം ഗതസ്തദാ. ഹരേ കൃഷ്ണ. പ്രഭു വായിക്കട്ടെ. വായിക്കൂ. തത്ര തത്രാഹ തത്ര ഹരി പ്രത്യുദാ അർഹണഃ സായം ഭേജേ ദിശം പശ്ചാത് ഗവിഷ്ടോ ഗാം ഗതസ്തദാ. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. യാത്രയിലുടനീളം ഈ പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ ഭഗവാനെ സ്വാഗതം ചെയ്യുകയും ആരാധിക്കുകയും നിരവധി പാരിതോഷികങ്ങൾ നൽകുകയും ഉണ്ടായി. എല്ലാ സ്ഥലങ്ങളിലും സായകാനത്തിൽ സന്ധ്യാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനായി ഭഗവാൻ യാത്ര നിർത്തിവെച്ചു. സൂര്യാസ്തമനത്തിനു ശേഷം ഇത് പതിവായി അനുഷ്ഠിച്ചു പോന്നിരുന്നു. ഹരേ കൃഷ്ണ. പ്രഭു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, ഭഗവാൻ ഈ പറയുന്ന നേരത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ പല സ്ഥലങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ദ്വാരകയിലെത്തുന്നേക്കാൾ മുമ്പ് ഓരോ സ്ഥലങ്ങളിലൂടെ അദ്ദേഹം പോകുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ഭഗവാനെ വളരെ ഭംഗിയായി സ്വീകരിക്കുന്നു, ആരാധിക്കുന്നു. ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഭഗവാന് കൊടുക്കുന്നു, പാരിതോഷികങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നു. കൂട്ടത്തിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സന്ധ്യാസമയമാവുമ്പോൾ അദ്ദേഹം വൈകുന്നേരം സന്ധ്യാസമയത്ത് അദ്ദേഹം യാത്ര നിർത്തിവെക്കുന്നു. അങ്ങനെ വൈകുന്നേരം ചെയ്യേണ്ടതായിട്ടുള്ള സന്ധ്യാവന്ദനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അതായത് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണെങ്കിൽ പോലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും വർണ്ണാശ്രമധർമ്മത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, അദ്ദേഹം ഇപ്പോൾ ഒരു ക്ഷത്രിയന്റെ, രാജാവിന്റെ റോളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധാരണ ഒരാള് ചെയ്യേണ്ടതായിട്ടുള്ള, ശാസ്ത്രത്തിൽ പറഞ്ഞതനുസരിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു. കാര്യം മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമാവാൻ വേണ്ടി. യദ്യത് ആചരതി ശ്രേഷ്ഠാസ് തത്തത് ഏവേതരോജന. എല്ലാവർക്കും ഒരു ഉദാഹരണമാവാൻ, എല്ലാവർക്കും നല്ലൊരു എക്സാമ്പിളായി കാണിക്കുവാൻ വേണ്ടി ഭഗവാൻ ഇതെല്ലാം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. പ്രഭുപാദ് പറയുന്നു ഇതിനെക്കുറിച്ച്, അതായത് ഭഗവാൻ എല്ലാവർക്കും എക്സാമ്പിളായി കാണിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ പ്രഭുപാദ് പറയുന്നു, ചില ആളുകൾക്ക് ധാരണയുണ്ട് കൃഷ്ണൻ ഇതേപോലെ സാധാരണ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു, കൃഷ്ണൻ എന്താണ് പ്രത്യേകത, നമ്മളെ പോലെ ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ
ചില ആളുകൾ കൃഷ്ണനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നവരുണ്ട് എന്നുള്ളത്. കൃഷ്ണന്റെ 16,108 വിവാഹം കഴിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് 10 വിവാഹം കഴിച്ചുകൂടാ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞുകൊണ്ട് അവരും പലതും ചെയ്യുന്നു. ഇതെല്ലാം അറിവില്ലാത്തത് കൊണ്ട് അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. പ്രഭുപാദ് ഇവിടെ പറയുന്നു, സന്ധ്യാവന്ദനം ചെയ്തിരുന്നു. അത് പല ആളുകൾക്കും ഫോളോ ചെയ്യാൻ സാധിക്കും. എന്നാൽ അതേപോലെ തന്നെ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയതും അത് 60,000 കോടി ഗോപികമാരുടെ പോലെ അദ്ദേഹം ഗോപികമാരുടെ കൂടെ വിസ്തരിച്ച് ഓരോ ഗോപികമാരുടെ കൂടെയും കൃഷ്ണനുണ്ടായി രാസലീല ചെയ്തു. ഇതെല്ലാം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ആരും ഭഗവാനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കണ്ട എന്നുള്ളതാണ് പറയുന്നത്. ഭഗവാനാണ്. അദ്ദേഹം ലീലകൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സാധാരണ ഒരു നരവത് ലീല ആയിട്ട് നമുക്ക് തോന്നുമായിരിക്കാം. എന്നാലും അത് സാധാരണ ഒരു ലീലകളല്ല. ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോവേതി തത്വതഃ. ഭഗവാന്റെ ജന്മവും കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ലീലകളും അതീന്ദ്രിയ തലത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കുന്നവരും ആ ഒരു വിശ്വാസത്തോടുകൂടി അതിനെ കാണുന്നവർക്കും ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അതിനെ ഇവിടെയുള്ള കാര്യമായിട്ട് നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ടുള്ള വീക്ഷണമാണെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ നിന്ന് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അതാണ്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് ഭാവാർത്ഥത്തിന്റെ അവസാനം പറയുന്നു, അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികളിലും അദ്ദേഹം ഒരു പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം എല്ലാവരുടെ മുമ്പിൽ അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് കാണിച്ചു തരുന്നു. ഇവിടെ പറയുന്നു, ഒരു ആത്മീയ ഗുരു എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേപോലെ ആത്മീയ ഗുരുവിനെ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു, പഠിപ്പിച്ചു തരുന്നു. ആ എക്സാമ്പിളിലൂടെ അദ്ദേഹം ജീവിച്ചു കാണിക്കുന്നു. ഇതേപോലെ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ ലീല മുഴുവനും ഇതേപോലെയാണ്. ചൈതന്യ മഹാപ്രഭു എല്ലാം, അതായത് ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം, ഭക്തന്റെ സ്വഭാവം അല്ലെങ്കിൽ ഭക്തന്റെ വൈഷ്ണവ സദാചാരം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ശരണാഗതി എന്താണ്, ഇതെല്ലാം മഹാപ്രഭു അദ്ദേഹത്തിന്റെ ലീലകളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ അവതരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ശ്രീരാമചന്ദ്രന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? മര്യാദ പുരുഷോത്തമനാണ്. മര്യാദകളും സദാചാരങ്ങളും ശ്രീരാമചന്ദ്രനെ പോലെ ഫോളോ ചെയ്തിട്ടുള്ള വേറെ ആരുമാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഭഗവാൻ ലീലകൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ട്. അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കി ഞാൻ ഭഗവാനാണ് എന്നുള്ള രീതിയിൽ ഭഗവാൻ ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇമിറ്റേഷനോ ഒക്കെ ചെയ്യുന്നത് വിഡ്ഢികളാണ്. അല്ലെങ്കിൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഭക്തിവേദാന്ത അങ്ങനെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. 10ാമത്തെ അധ്യായം ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ. അപ്പോൾ അടുത്ത അധ്യായം നമുക്ക് നാളെ പഠിച്ചു തുടങ്ങാം. ഇന്ന് എന്തായാലും പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നില്ല, സമയം ഏതായാലും കഴിയാറായി. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगत गुरु शिला प्रभुपाद की जय, गौड़ीय गुरु वृंद की जय, समवेद गौर भक्त वृंद की जय, श्री सचिनंदन श्री गौर हरि की जय, श्रील गुरुदेव की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम, जय जय श्री राधे श्याम, जय जय श्री. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുജി, ഈ 34-35 ശ്ലോകത്തിൽ വിവർത്തനത്തിൽ പറയുന്നില്ലേ, യമുന നദീതീരത്തുള്ള പ്രദേശങ്ങൾ ബ്രഹ്മാവർത്തം, കുരുക്ഷേത്രം, മത്സ്യം, സാരസ്വതം, ഇതൊക്കെ വന്നിട്ട് സ്ഥലങ്ങളുടെ പേരാണോ പറയുന്നത് അതോ നദികളുടെ പേരാണോ പറയുന്നത്? എനിക്ക് അറിയില്ല മാതാജി. ഇവിടെ നദികൾ എന്നുള്ളതാണ് നദികളുടെ തീരത്തുള്ള, അതില് നദികളുടെ തീരത്തുള്ള സ്ഥലങ്ങളും വരുന്നുണ്ട് അതിനകത്ത്. ഇപ്പൊ യമുന എന്ന് പറയുമ്പോൾ നദിയാവാം, കുരുക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ സ്ഥലമായിരിക്കാം. ആ സ്ഥലം, അതായത് കുരുക്ഷേത്രം സ്ഥലമാണ്. അതേപോലെ സാരസ്വത എന്ന് പറയുമ്പോഴും അത് ആ ഒരു ഭാഗം, അതായത് സരസ്വതി നദിയുടെ തീരം വരുന്ന സ്ഥലം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നദിയും നദിയുടെമായി കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ നദീതീരത്തുള്ള സ്ഥലങ്ങൾ. മത്സ്യം എന്ന് പറയുമ്പോൾ അത് സ്ഥലമായിരിക്കും അല്ലേ പ്രഭു? ആയിരിക്കാം, അതാണ് പറയുന്നത്. നമ്മൾ വേർഡ് ടു വേർഡ് മീനിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്ഥലമായിട്ടാണ് പറയുന്നത്. മത്സ്യ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉദ്ദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. അത് ഇന്നത്തെ കാലത്ത് ഇതെല്ലാം
ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇത് 5500 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിൽ കുരുക്ഷേത്രം ഉണ്ട്, അതേപോലെ അങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ വേറെ സ്ഥലങ്ങളിലെ പേരൊക്കെ ആയിട്ടായിരിക്കും നമ്മളിപ്പോൾ അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് അത്ര ഇതിൽ ഇവിടെ പറയുന്നില്ല എന്തായാലും. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹിമാലയം ഉണ്ട്, പ്രഭു. നൈമിഷാരണ്യം ഉണ്ട്, പിന്നെ കുറച്ചൊക്കെ ഉണ്ട്. ഗീത പോയി മതി പറയൂ. ഹരേ കൃഷ്ണ പ്രഭുജി, ഭഗവാന്റെ ഈ യാത്രയുണ്ടല്ലോ, ഹസ്തിനപുരത്ത് നിന്ന് ദ്വാരകയിലേക്കുള്ള യാത്ര കേട്ടപ്പം തോന്നിയത്, ഭഗവാൻ അവിടുന്ന് ഹസ്തിനപുരത്ത് നിന്ന് പുറപ്പെടുമ്പം സൂര്യന്റെ യാത്ര പോലെ തോന്നി. എന്ന് പറഞ്ഞ സൂര്യൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഭൂമിയുടെ മറുഭാഗത്ത് അസ്തമിക്കുമ്പോൾ ഇവിടെ ഉദിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ അവിടുന്ന് അവിടുന്ന് പുറപ്പെടാറാകുമ്പം തന്നെ എല്ലാവരും വിഷമമായി ഭഗവാൻ പോകുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഭഗവാന് ജനങ്ങളെല്ലാം ഇങ്ങനെ സ്വീകരിച്ചും ഗിഫ്റ്റുകൾ കൊടുത്തും ഭഗവാനെ ഒരു നോക്കും കാണുകയാണ്. സൂര്യപ്രകാശം പോകും അവരുടെ കണ്ണുകളിലേക്ക് എത്തണ പോലെ ഭഗവാന്റെ ദർശനം അവരെല്ലാവരും എടുക്കുകയാണ്. അതിങ്ങനെ ഭഗവാൻ അവസാനം പോയിട്ട് ദ്വാരകയിൽ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ വിരഹത്തിൽ ഇരുന്നിരിക്കണം, അവർക്ക് ഭഗവാൻ ദർശനം കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അതിമനോഹരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി പറയൂ. ഭഗവാനെ ഹരേ കൃഷ്ണ. അപ്പൊ ഈ കുരുവംശം കാട്ടുതീയിൽ നശിച്ചെന്ന് പറഞ്ഞതുപോലെ ആ കുരുവംശത്തെ അദ്ദേഹം പ്രപഞ്ചത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് ഭഗവാൻ പുനർജീവിപ്പിച്ച് ധർമ്മപുത്രരെ രാജാവാക്കി വാഴിച്ച് ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കി അങ്ങനെ പ്രജകൾക്കെല്ലാം സന്തോഷം കൊടുത്തിട്ടാണ് ഭഗവാൻ യാത്രയാകുന്നത്. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ വീണ്ടും ഹസ്തിനപുരത്തിൽ താമസിക്കുകയാണ്. ഭഗവാന് ദ്വാരകയിലേക്ക് പോകേണ്ട സമയമായിട്ട് പോലും ഭക്തരുടെ ആ ആഗ്രഹത്തെ അദ്ദേഹം ഉൾക്കൊള്ളുകയാണ്. എന്നിട്ട് അദ്ദേഹം യാത്രയാകുമ്പോൾ ഇവരെല്ലാം അദ്ദേഹത്തിന്റെ പിറകെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഭഗവാൻ ശ്രീരാമദേവൻ വനവാസത്തിന് പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. പ്രജകളെല്ലാം അദ്ദേഹത്തിന്റെ പുറകെ പോവുക. അവരെ വിട്ടിട്ട് അദ്ദേഹത്തിന് വനവാസത്തിന് പോകാനായിട്ട് പറ്റുന്നില്ല. അവർ ഉറങ്ങുന്ന സമയം നോക്കിയാണ് ആ ഗുഹന്റെ നമ്മൾ രാമായണത്തിലുണ്ടല്ലോ പ്രഭു, അങ്ങനെ യാത്രയാകുന്നത്. അതുപോലെ പാണ്ഡവരാണെങ്കിലും അവർക്ക് അത്രയ്ക്ക് ശുദ്ധ ഭക്തിയായിരുന്നു. അവരുടെ ഭക്തിയുടെ ആ തീവ്രതയാണ് ഭഗവാൻ അവരെ ഉപേക്ഷിക്കാൻ സാധിക്കാതെ പോയത്. രാധാറാണിക്കും അതുപോലെ തന്നെ ആയിരുന്നു ആ ഭക്തി. അപ്പൊ ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളും ഈ ഭക്തരെ ഉയർത്തുവാൻ വേണ്ടി ഭഗവാൻ ഏതെല്ലാം മൃഗമായിട്ടും മത്സ്യമായിട്ടും പരാഗമായിട്ടും എല്ലാം അവതരിച്ച് ഭക്തരെ ഉയർത്തിക്കൊണ്ട് വന്നു ഈ ഭൂമിയെ വരെ രക്ഷിച്ച് ഭഗവാൻ എല്ലാവരുടെയും സംതൃപ്തിക്ക് വേണ്ടി മാത്രം അവതരിക്കുന്ന 85 ലക്ഷം ജോലികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജന്മം മനുഷ്യജന്മമാണ്. പക്ഷെ മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നും ഭഗവാൻ പറഞ്ഞു കൊടുക്കാതെ അവർ ഓരോരോ കാര്യങ്ങളും ഓരോരോ സമയത്ത് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ മനുഷ്യർക്ക് മാത്രം ഭഗവാൻ എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടും വീണ്ടും അവര് അങ്ങ് അധപതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒന്ന് ഉയർക്കാൻ അവര് സ്വയമേ ആ മനസ്സ് ഉയർത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല. ഭഗവാനെ ഓരോരോ വേദങ്ങളിൽ കൂടിയും ഭഗവാന്റെ അവതാരത്തിൽ കൂടിയും എല്ലാം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പോലും ഈ വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ മാത്രം വീണ്ടും വീണ്ടും അധപതിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഭക്തിയുടെ സേവനത്തിലൂടെ ഭഗവാനെ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണ്. മുജ്ജന്മ സുഹൃതം മാത്രം. ഈ സ്വല്പ സമയമെങ്കിലും നമുക്കത് കേട്ടിരിക്കാനും പ്രഭുവിന്റെ അനുഗ്രഹമുള്ള വചനങ്ങൾ കേൾക്കാൻ സാധിച്ചത് മുജ്ജന്മ സുഹൃതമായിട്ടാണ്. ഒത്തിരി സ്നേഹ സന്തോഷം തോന്നുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. ശോഭമാതാജി, ശോഭമാതാജിയുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ അത്രമാത്രം ശോഭമാതാജി ഗീതാബായി മാതാജിയൊക്കെ പറയുമ്പോൾ അത് ശരിക്കും നിങ്ങളൊക്കെ ഭഗവാനെ അല്ലെങ്കിൽ ലീലകളൊക്കെ നേരിട്ട് കാണുന്നു, അല്ലെങ്കിൽ അത് ഉള്ളിൽ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഉള്ളിൽ നിന്ന് ഇതെല്ലാം പറയാൻ സാധിക്കുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്തായാലും എനിക്ക് അതായത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ഭാഗവതമാണ്. എനിക്ക് ഒന്നും ഇവിടെ റോളില്ല. എന്നാലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയും ഒരു സപ്പോർട്ടും ഒക്കെ ഉള്ളത് കാരണം കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് നമ്മളിപ്പോൾ 10ാമത്തെ അധ്യായം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് സക്സസ്ഫുള്ളി ഭഗവാന്റെ കൃപ കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും കൃപ കൊണ്ടും നമുക്ക് സാധിച്ചു.
ഇത്രയും എല്ലാം പഠിച്ചുവോ ഇതുവരെ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുറച്ചെങ്കിൽ കുറച്ച് എല്ലാ അധ്യായത്തിലെയും എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഒരുപാട് തത്വങ്ങൾ നമ്മൾ പഠിക്കുന്നു, ഒരുപാട് ലീലകൾ കാണുന്നു, ഭഗവാന്റെ ഭക്തരുടെയും കാര്യങ്ങൾ ഒരുപാട് നമ്മൾ പഠിച്ചു, സ്തുതികൾ കാണുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ അധ്യായങ്ങളുണ്ട് ഈ ഒരു സ്കന്ധത്തിൽ. 19 അധ്യായങ്ങളാണ്. അങ്ങനെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്കന്ധം അതിമനോഹരമാണ്. ചില ആളുകൾ ഒന്നാമത്തെ സ്കന്ധത്തെ അത്ര പ്രാധാന്യം കൊടുക്കില്ല. എന്നാൽ ഒന്നാമത്തെ സ്കന്ധത്തിൽ, പ്രഥമ സ്കന്ധത്തിൽ എല്ലാം ഉണ്ട്. ഭഗവാൻ ത്രൂ ഔട്ട് ഉണ്ട്. നമുക്കത് പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും. താങ്ക് യു എല്ലാവരും. നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും വരിക. പ്രഭുച്ചോട് ആദരപൂർവ്വം നമുക്ക് വീണ്ടും വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും എല്ലാ രീതിയിൽ വന്നിട്ടുള്ള എല്ലാവർക്കും മുടക്കം കൂടാതെ വരുന്നതിലേക്ക് വേണ്ടി നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃപാ വൈഷ്ണവേഭ്യോ നമോ നമ. അനേക കോടി വൈഷ്ണവ വൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. പ്രഭുജി ദണ്ഡവാർപ്പണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.